ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു അച്ചാറാണ്. ഒരു ജൂബിക്ക, ലോലിക്ക, ലവലോലിക്ക എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് ഇന്നത്തെ അച്ചാർ. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു പാത്രം ജൂബിക്കയുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഇത് 2-3 പച്ചമുളക്, 3-4 പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് വരാം. ലോലിക്ക അച്ചാറിടാൻ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായി കഴിയുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരു 50 നല്ലെണ്ണയുടെ കുപ്പി, അതിൻ്റെ പകുതി മതി. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. ഇത് ഊറ്റിക്കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി എന്തോരം ഇട്ടാലും നല്ലതാണ് കേട്ടോ. വെളുത്തുള്ളി അച്ചാറിനെല്ലാം നല്ലതാണ്. വെളുത്തുള്ളി തന്നെ അച്ചാറിടുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പാകുമ്പോൾ ആക്കിയിടാം. വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി തന്നെ അച്ചാറിടുന്നുണ്ട്. ജൂബിക്ക വെറുതെ ഉപ്പിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വെറുതെ തിന്നാനും അതിൻ്റെ അകത്തൊരു കാന്താരിയൊക്കെ പൊട്ടിച്ച് തിന്നാനൊക്കെ നല്ല നല്ല ടേസ്റ്റാണ്. 2-3 കുറച്ച് കാന്താരിയും കൂടെ ഇട്ട് വെക്കുവാണെങ്കിൽ പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഞാനെവിടെ കിട്ടിയാലും കൊണ്ടുവന്ന് അച്ചാറിടും. ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ മരം നിറച്ച് കിടപ്പുണ്ട്. മണ്ടേ കയറാൻ മേലാത്തതുകൊണ്ട് താഴെയുള്ള ഒരു കമ്പയിൽ നിന്ന് കുറച്ച് പറിച്ചുകൊണ്ട് വന്നാൽ ഞാനത് 2 ദിവസം മുമ്പേ പറിച്ച് ഉപ്പിട്ട് വെച്ചതായത്. ഉപ്പിട്ട് 2-3 ദിവസമായി ഇത് ഉപ്പിട്ട് വെച്ചിട്ട് അതെടുത്തിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചേ. പറിച്ചുകൊണ്ട് വന്ന് കഴുകി അതിൻ്റെ ഞെട്ടിപ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി പാത്രത്തിലിട്ട് ഉപ്പും വാരിയിട്ട് അടച്ച് വെച്ചിട്ട് എത്ര ദിവസം കഴിയുമ്പോൾ ഔട്ട് പിടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് കുറച്ച് മൂപ്പായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇട്ട്
ഇത് ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം പാത്രത്തിലും കണക്കാക്കി ഓരോ സ്പൂൺ ഇട്ടേക്കുന്നു കേട്ടോ. ഇത് ഒരു കുഞ്ഞ് സ്പൂണാണ്. ഇതിനകത്ത് ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു. എൻ്റെ സ്പൂണെല്ലാം ഞാൻ മുറിച്ച് പാത്രത്തിന് കണക്കാക്കിയിട്ടാണ്. ഇതിനകത്തൊരു 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് ഉലുവ പൊടിച്ചതാണ്. ഇതൊരു അര സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി ഒരു അര സ്പൂൺ കടുക് പൊടിച്ചതും കൂടിയുണ്ട്, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം കേട്ടോ ആക്കാൻ. എന്നിട്ട് അതിനകത്തേക്ക് ഇത് കേടൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു 2 സ്പൂണ് വിനാഗിരി ഒഴിക്കും. അതിനകത്തേക്ക് അത് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വേവിക്കാൻ തുടങ്ങാം. ഉപ്പ് മാത്രം ഇട്ട് വെച്ച് ജൂബിക്കാണ്, വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ പച്ചക്കിട്ടുകൊണ്ട് ഇതിനകത്ത് കിടന്ന് തിളച്ചോട്ടെ. ഒന്ന് തിളയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് തിള വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഓഫാക്കാം. ഒരു സ്വല്പം ഉപ്പിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അച്ചാറിന് സ്വല്പം ഉപ്പ് മുമ്പോട്ട് നിൽക്കണം. നമ്മുടെ ലോലിക്ക അച്ചാർ വലിയ സ്പൂണിൽ എടുക്കുന്നതുകൊണ്ട് കാണത്തില്ലായിരിക്കില്ലേ. ഞാൻ ഇളക്കാൻ എളുപ്പത്തിന് എടുത്തതാണ് വലിയ സ്പൂണ്. ഇതാണ് നമ്മുടെ ലോലിക്ക അച്ചാർ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല അച്ചാറിൽ ഏറ്റവും വമ്പനാണ്. നല്ല ടേസ്റ്റ്.
നല്ല പുളി നല്ല ഉപ്പ് എല്ലാം ഇരുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ്. കിട്ടുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു.